ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഉള്ളിയൊന്നും വഴറ്റി സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കൊഴുത്ത ചാറോടുകൂടിയ, നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടിയ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. തുടക്കക്കാർക്ക് ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു 4 മുട്ട പുഴുങ്ങിയൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഇടത്തരം സവാള എന്നരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊരു കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. 2 ഇടത്തരം സവാള എടുത്തിട്ടുണ്ട്. അതിന് പകരം ഒരു സവാള വലുതായാലും മതി കേട്ടോ. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു തക്കാളി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഞാൻ 2 ടീസ്പൂൺ ചേർക്കുന്നത് കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സവാളയൊക്കെ വേവാനായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. അതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2 വിസിലൊന്ന് കേൾപ്പിച്ചെടുക്കാം. ഇത്ര മതി. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതിനെ അടുപ്പിലേക്ക് മാറ്റാം. നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിൽ വരട്ടെ. 2 വിസിൽ വരുമ്പോൾ നമ്മുടെ മുട്ടക്കറി അവിടെ റെഡിയാവും കേട്ടോ. ഇനി കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടണം, ഉള്ളിയൊക്കെ നല്ല അരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 വിസിൽ കൂടി കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്നു, രണ്ടാമത്തെ വിസിലും 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കർ തണുത്തതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചാറുണ്ട്, സാരമില്ല, നമുക്കതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഉള്ളി ഒന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കറി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചാറുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇതിനി നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് നല്ല കുറുകിയ ചാറോടുകൂടിയ കറിയായിട്ട് നമുക്ക് കിട്ടും. ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അരപ്പെല്ലാം നല്ല പിടിച്ച് വയ്ക്കും. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
മല്ലിയില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടാലറിയാമല്ലോ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിരിക്കുമ്പോൾ ഒന്നുകൂടെ മുട്ടയിലിത് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ടക്കറി ഇവിടെ റെഡിയായി. എത്ര പെട്ടെന്നാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഈ മുട്ടക്കറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യും. ഓക്കെ, താങ്ക് യു.